മധുങ്കൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം എല്ലാരും അവരുടെ ഹൃദയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം കുഞ്ഞാറ്റക്കിളി സുഭദ്ര ഓൺ സ്റ്റേജ്. എന്റെ ദൈവം, മൊത്തം തിളക്കമാണല്ലോ, തിളങ്ങി വരുന്നുണ്ട്, പളാന്ന് തിളങ്ങുന്നുണ്ടല്ലോ. ഒരു വെറൈറ്റി ഉടുപ്പായി പോയി അല്ലേ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. ഇല്ല, ഈ ഒരു സ്റ്റൈലില് ഡിഫറെന്റ് ആയിട്ട് ഒരു സ്റ്റൈലിൽ ഇപ്പൊ ആദ്യമായിട്ടാണ്. സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ചെയ്താണോ? അനുഷ്ക ചേച്ചിരമ്മ. നല്ല രസമുണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊക്കെ നല്ലതാണോ പറഞ്ഞേ? സുന്ദരന്മാരും സുന്ദരിമാരും. അങ്ങനെയാണ്. കുഞ്ഞാരെ മാർക്ക് കുറയ്ക്കും ഞാൻ. ഞാൻ സമ്മതിക്കില്ല. മാർക്ക് നിങ്ങൾ കുറയ്ക്കാതിരിക്കാൻ ആളെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു മ്യൂസിക് ടീച്ചറിനെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. എന്നെ ആദ്യമായിട്ട് മ്യൂസിക് പഠിപ്പിച്ച ടീച്ചറാ. എന്താ ടീച്ചറുടെ പേര്? സിന്ധു ടീച്ചർ. എങ്ങനെയുണ്ട് പാട്ട് ക്ലാസ്സില് സുഭദ്ര? പെട്ടെന്ന് പഠിച്ചോളും. പെട്ടെന്ന് പഠിക്കും. പറഞ്ഞു കൊടുത്താ മതി നമ്മള്. ആണല്ലേ? ഭയങ്കര കുറുമ്പല്ലേ? കുറുമ്പുണ്ട്. കൂടെ ഉള്ള ആള് കുഞ്ഞാറ്റയുടെ കസിൻ ആണോ? എന്റെ കസിൻ അർച്ചന എന്നാ പേര്. അർച്ചന നന്നായി ഫോട്ടോ എടുക്കും. ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്തോ പെർഫോമൻസ് റൗണ്ട്. അതെ, ഏതാണ് പാട്ട്? പുതിയ രാഗം പുതിയ താളം. പുതിയ രാഗം പുതിയ താളം അതാണോ? അല്ല, പിന്നെ എങ്ങനെയാ? പാടറാ. പുതിയ രാഗം. പുതിയ രാഗം. ഡാൻസ് ഒക്കെ ഉണ്ട്. ചുമ്മാ ഉണ്ട്. വേഗം ഡീറ്റെയിൽസ് പറഞ്ഞു, എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു. തന്നെയാണോ വേറെ ഡാൻസേഴ്സും ഉണ്ടോ കൂടെ? ഇല്ല, തന്നെ ഒറ്റയ്ക്കാണ്. പോരാടി ജയിക്കും. ആ പോരാട്ടം കാണാൻ ഞങ്ങൾക്ക് ധൃതിയായി. ഫിലിം ഹോട്ടൽ ഹൈ റേഞ്ച്, വർഷം 1968, മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, പാടിയത് എല്ലാർ ഈശ്വരി മാം. വെരി ഗുഡ്. താങ്ക് യു. ഇപ്പൊ പാടുന്നത് സുഭദ്ര ഉണ്ണികൃഷ്ണൻ കുഞ്ഞാറ്റ. ചാർജ് നിൽക്കാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
കുഞ്ഞാറ്റേ എന്തോ ഇതെന്തോന്ന്? അതെ, റിയൽ പെർഫോമൻസ്. എന്ത് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു പെർഫോമൻസ് റൗണ്ടിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇതായിരുന്നു. താങ്ക് യു. യെസ്. ഇതാണ് മറ്റേ സ്വാമി അയ്യപ്പൻ സിനിമയിൽ പാടിയ കുട്ടി. ഹോ, എന്റെ അമ്മേ. ഇതാരാ? ഒരു രക്ഷയില്ല. താങ്ക് യു. കുറെ ടിഷ്യൂ മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. അതെ അതെ അതെ. ആദ്യം പുതിയ രാഗം അല്ലേ, ആ. ടിഷ്യൂ. പിന്നെ പുതിയ താളം ടിഷ്യൂ. പിന്നെ പതയും കയ്യിലെ വൈൻ ഗ്ലാസ് ടിഷ്യൂ. പിന്നെ ഞാൻ ഈ വീശം വലയിൽ ഞങ്ങളാണ് വീണുപോയത്, എന്നാലും ഒരു ഡബിൾ ടിഷ്യൂ. പിന്നെ ഉണരും തുമ്പികളില്ലേ, ആ. അത് ടിഷ്യൂ. Thank you. ഇതൊരു പരിവർത്തനം മാത്രമല്ല, പരിവർത്തനത്തിന്റെ ആവർത്തനമാണ്. അതെ. ഓ അയ്യോ, എനിക്കതിനെ മനസ്സിലായിട്ടില്ല. അതാണ് സംഭവം. അതുപോലെ ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടു. അതാണ്. പരിവർത്തനത്തിന്റെ തനിയാവർത്തനം. താങ്ക് യു. കൊള്ളാം. ആവർത്തനം കൊണ്ട് പരിവർത്തനം കൊണ്ട് തനിയാവർത്തനത്തിന്റെ ആവർത്തനമായപ്പോൾ Yes. പരിവർത്തനം. മനസ്സിലായോ? ആ രീതിയിലാണ് പ്രവർത്തനം. ആ പ്രവർത്തനം. ആ രണ്ടുപേരെ ഇഷ്ടപ്പെടുത്തി മൂർധന്യാവസ്ഥയിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി അവരെ നമ്മൾ എങ്ങനെ താഴെ ഇറക്കും എന്ന് നിന്റെ ഉദ്ദേശം? നർത്തനവും നന്നായിരുന്നു അല്ലേ? നർത്തനം. ഓ ശ്ശേ. ചളുവിന്റെ സംസ്ഥാന സമ്മേളനം. മനസ്സിലാക്കിയല്ലോ നിങ്ങൾ. വീരുടാ, ഞാൻ മാത്രം പങ്കെടുത്തില്ല കേട്ടോ. റിയാലിറ്റി ചെക്ക് നല്ല ധാരണ. പക്ഷെ ഇന്നത്തെ നൃത്തം അതെ അതെ, ഒരു നർത്തനം. നൃത്തശാലയാക്കി മാറ്റി നമ്മുടെ Yes, yes, താങ്ക് യു. ഇതുവരെ ഉണ്ടായിരുന്ന പെർഫോമൻസ് റൗണ്ടില് ഏറ്റവും Best ബെസ്റ്റ് പെർഫോമൻസ്. performance. ഇതാണ് Thank you. പെർഫോമൻസ്. അതെ, Yes. വേറൊന്നും പെർഫോമൻസ് അല്ല കുഞ്ഞാരെ. ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്. അത് എന്തൊരു നാച്ചുറൽ പെർഫോമർ ആണ്. എനിക്കറിഞ്ഞോളൂ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ആരാ ഇതിൽ ഡാൻസിന്റെ പുറകിലുള്ള ജിത ചേച്ചി. ജിതയാണോ? അതാണ് ഈ ജിതയാണ്, step. കൊള്ളാലോ. അപ്പൊ ഇത് വന്നത് വെരി ഗുഡ് ജിത, വെരി ഗുഡ് വെരി ഗുഡ്. അയ്യോ, എന്നിട്ട് ആ എക്സ്പ്രഷൻസ് ഇട്ടതോ അതിന്റെ കൂടെ? അതും ചിത പഠിപ്പിച്ചു തന്നെയാണോ? അല്ല, അത് ഞാൻ അതൊക്കെ സ്വന്തം കഴിയുന്ന അല്ലേ? അത് വന്നതാ. ഇങ്ങനെ ഒരു നോട്ടം, അതെ, ഒരു അതെ, അതെ, കള്ള നോട്ടം. സൂപ്പർ ആയിരുന്നു അത് ആ Thank you. സ്റ്റെപ്സിന്റെ കൂടെ. പുതിയ രാഗം, പുതിയ താളം, പുതിയ രംഗവിധാനം, പുതിയ കാമുകി തുടരൂ, നൃത്തം തുടരൂ. അത് മാത്രമല്ല, ഓരോ ബോഡി ലാംഗ്വേജിലെ ബോഡി ലാംഗ്വേജ് വളരെ അധികം നാച്ചുറൽ ഒരു ഇൻസ്റ്റിങ് വന്ന കാര്യം. ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ട് Artificial തോന്നിയിട്ടില്ല. അല്ല. Thank you. ഇതൊന്നും വേണമെന്ന് വെച്ച് ഞാൻ ചെയ്യുന്നതല്ല എന്ന് കരുതിക്കുട്ടി ശരിക്കും ജീവിക്കുകയായിരുന്നു. ജീവിക്കായിരുന്നു, മൊത്തം ജീവിക്കായിരുന്നു. അതെ, ദേവരാ മാസ്റ്റർ കേട്ടിരുന്നെങ്കിൽ അന്നേ ഇത് പഠിപ്പിച്ചേനെ. ആ ഡയറക്ടർ കണ്ടിരുന്നെങ്കിൽ അഭിനയിപ്പിച്ചേനെ. അതെ. ആ, എല്ലാം പ്രശ്നമായേനെ. നന്നായി അന്ന് കാണാത്തത്. അത് പ്രശ്നമാണോ? നല്ലതല്ലേ അല്ലേ? എല്ലാരും ഈശ്വരിയമ്മ പാടിയിരിക്കുന്ന വെബ്രാറ്റോ അല്ലേ, ഒരു അതെ. വാക്കിന്റെ അത് എവിടെയായിരുന്നു അത്? അത് അത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. അതെ 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 അതെ. അത് എല്ലായിടത്തും വെച്ച് ചാമ്പി. പുതിയ രംഗവിധാനം, പുതിയ കാമുകി തുടരൂ, നൃത്തം തുടരൂ. അത് correct ആയിരുന്നു. അതെ. താങ്ക് യു. കേട്ടോ, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ഓൺ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ. Yes. താങ്ക് യു സാർ. താങ്ക് യു. കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ദിയക്കുട്ടിയുടെ ഓ ദിൽ രൂപ എന്റെ മനസ്സിലുണ്ട്. Yes. Yes. അതുപോലെ ദിൽ എടുത്തു രൂപ വെക്കാവുന്ന അത് വളരെ വളരെ ടഫ് സോങ് ആണ്. ഇത് വേറൊരു രീതിയിലും ടഫാണ്. കാരണം Yes. ഇത് ഈ ഒരു ഫ്ലേവർ വന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതാണ് പെർഫോമൻസ്. താങ്ക് യു. അടിവരയിട്ട് പറയാം, ഇതാണ് പെർഫോമൻസ്. കിടിലൻ. താങ്ക് യു. എനിക്ക് ആ ഡാൻസ് സ്റ്റെപ്പ് ഇട്ടത് മാത്രമല്ല, അതിന്റെ കൂടെയുള്ള എക്സ്പ്രഷൻസ് ഇല്ലേ, ഭയങ്കര രസം കാണാൻ വേണ്ടി. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് എന്താ പറയണ്ടേ മനസ്സിലാവണില്ല. മിടുക്കി. താങ്ക് യു ചേച്ചി. അതയും കയ്യിലെ വൈൻ ഗ്ലാസിൽ പവിഴമീനുകൾ പോലെ തുഴയും ചുണ്ടുകളെ, തുടുത്ത ചുണ്ടുകളെ. അടിപൊളി കേട്ടോ. അതിന്റെ കൂടെ ആ വിബ്രാറ്റോ കൊടുത്തത് വാസ് ആൻ എക്സ്ട്രാ ചെറി ഓൺ ടോപ്പ്. പിന്നെ ഒരു അവസാനം ഒരു വരി വന്നല്ലോ, അനുപല്ലവിയുടെയും ചരണത്തിന്റെ അവസാനം, ഞാൻ ഈ വലയിൽ വീഴ്ത്തും, ഞാനീ വീശും വലയിൽ വീഴും നിങ്ങൾ.
ഓ അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെയുണ്ട് വിബ്രാറ്റോ അല്ലേ? അവിടെ വൈശാഖ് vibrato സാറാണ് അങ്ങനെ കട്ട് ചെയ്ത് ഒരു എന്താ പറയാ ഒരു എക്സ്പ്രഷൻ ഇട്ട് പാടാൻ പറഞ്ഞു. ആരാര്? ആ, വൈശാഖ് സാർ. വൈശാഖിനൊരു ഇല്ലേ? വൈശാഖേട്ടനൊരു കിടിലൻ കയ്യടി. ആ ഒരു ചെറിയ ചലഞ്ച് തരാം. ആ. ഒന്ന് ജസ്റ്റ് ട്യൂൺ ഒന്ന് നമുക്ക് ട്വീക്ക് ചെയ്ത് പാടാൻ പറ്റുമോ നോക്കാം. ഞാനീ വീശും വലയിൽ വീഴും ഞങ്ങൾ, ഞാനീ വീശും വലയിൽ വീഴും 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 നിങ്ങൾ. നിങ്ങൾ. ഓ പ്ലേബാക്ക് സിംഗർ ആവുമ്പോലെ അപ്പൊ പെട്ടെന്ന് ഒരു ട്യൂൺ ഒക്കെ പഠിച്ചു കഴിഞ്ഞു പക്ഷെ പെട്ടെന്ന് ആ കമ്പോസർ പറയാണ് അതല്ല അതിന്റെ ട്യൂൺ അതിങ്ങനെ മാറ്റിയേക്കാം. മാറ്റിയെടുക്കാന്ന് പറയും. ഇങ്ങനെ മാറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പഠിച്ചു പാടണ്ടേ. ആ നാളത്തെ വലിയ പാട്ടുകാരിയല്ലയോ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ കേട്ടോ. ട്രെയിനിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തതാ. മിടുക്കി. താങ്ക് യു. സത്യത്തിൽ താൻ ആരുവാ താൻ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പാടുണ്ടോ? കൊള്ളാം. താങ്ക് യു. ഇപ്പൊ ഇത് പെർഫോമൻസ് റൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഒരു നല്ല പെർഫോമൻസ് കണ്ടത് ഇന്നാണ് താങ്ക് യു സാർ. കേട്ടോ. അത് നല്ല ഗ്രേസ്ഫുൾ ആണ്, ആ മൂവ്മെന്റ്സ് നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. അപ്പോ അതുപോലെ തന്നെ എല്ലാരും ഈശ്വരി അമ്മയുടെ പോലെ തന്നെ അതുപോലെ ഒപ്പിയെടുത്ത് എടുത്ത് പാടി. ഇതൊക്കെ എങ്ങനെ സാധിക്കണ ഇഷ്ടാ. ഇതൊക്കെ അങ്ങോട്ട് വന്ന് പോകുന്നുണ്ട് സാറേ. വന്നപ്പോ തന്നെ ഇന്ന് നല്ല കോൺഫിഡൻസിലാ ഇന്ന് വന്നത്. വന്നപ്പോ നിങ്ങൾ തന്നെ- കണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ തുടങ്ങിയത്. കൊള്ളാം, സൂപ്പർ. താങ്ക് യു. ഞങ്ങൾ താങ്ക് യു. വളരെ വളരെ ഹാപ്പിയായി ഇത് കണ്ടിട്ട്. താങ്ക് യു സാർ. ഒരു എനർജി ഒക്കെ കേറി ഇപ്പൊ ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും ഇനി എന്താണ് സന്തോഷമായി. സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. യെസ്. സുഷേ ആ കുറെ നോട്ട്സ് വായിച്ചില്ലേ ഇടയ്ക്ക്, അത് ഭയങ്കര രസമായിരുന്നു. അതാണ് കുഞ്ചേട്ടാ എന്തോ മാർക്ക് വേണ്ടേ? ആ വേണം. ഈ റോക്കറ്റിലുണ്ട് മാർക്ക്, കറക്റ്റ് ഇവിടെ എത്തി. അതവിടെ എത്തൂല. അതുകൊണ്ട് മിനുട്ടി വാങ്ങിച്ചോളൂ. റോക്കറ്റിന് ചുവന്നു. ഒന്ന് എറിഞ്ഞു അയ്യോ നോക്കിയേ. എറിഞ്ഞു നോക്ക്, എനിക്കൊന്ന് ഒന്ന് try ചെയ്ത് ഒരു നോക്ക്. ആശ അവിടെ കാണാൻ. ഇറങ്ങി എടുക്കേണ്ടി വരുമായിരിക്കും അത്. ആ റോക്കറ്റ് വിടുന്നത് ലോഞ്ചിങ് സ്റ്റേഷൻ മധുബാലകൃഷ്ണൻ. മധുങ്ങൾ പ്രോ ആട്ടോ. ഇതെന്നായിരുന്നു പണി. ട്രയൽ നടത്തി നോക്കാം. ആ റെഡി. അത് പൊളിച്ച്. പണ്ടേ ഉള്ളൊരു ശീലാണേ, കറക്റ്റ് ആയിട്ട് എത്തിയില്ല അവിടെ. എന്നാൽ എന്റെ മധുങ്ങൾ അത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അത് തകർത്തു. അല്ല, കൺഗ്രാറ്റുലേഷൻസ്. നോട്ട് ദ പോയിന്റ്, ശീലം. അതെ കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് അത് അങ്ങനെ വെച്ചിട്ട്. മതിലിൽ നിന്ന് മതിലിലേക്ക് റോക്കറ്റ് എറിഞ്ഞ് പോയി. കടന്നു ചിന്തിച്ചില്ലായിരുന്നു. നോക്കട്ടെ. നോക്കാം നമുക്ക്. എന്ത് പണിയാണത്? 93. ഞാൻ ആദ്യമേ പറഞ്ഞില്ല 93. വേണ്ട വേണ്ടേ? ആ ചേച്ചി പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞു കൊടുത്തു, കേൾക്കണ്ടേ? എന്തായാലും സിന്ധു ടീച്ചർ വന്നല്ലേ, ആ. അതുകൊണ്ട് മാത്രം ആ 100-ൽ 100 ഇന്ന് കുഞ്ഞാറ്റയ്ക്ക്. താങ്ക് യു. ഒരിട്ടങ്ങനെ ഒരു കുഞ്ഞാറ്റ മഴ. കുഞ്ഞാറ്റ കിളിയാണ് നമ്മുടെ ആയിരിക്കുമല്ലോ ബെസ്റ്റ് Performer of the day. ആയിരിക്കുമല്ലോ. Yes. അല്ലാതെ എവിടെ പോവാനാ? അതെ സിന്ധു ടീച്ചർ വെൽക്കം. Yes. ടീച്ചർ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ വന്നതിൽ. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ്. Yay. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. കൺഗ്രാറ്റ്സ് കേട്ടോ. ശരി ബൈ 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 ടീച്ചർ. താങ്ക് യു. ബൈ. Tata, good night. ബൈ, ഗുഡ് നൈറ്റ്. Bye. എന്റെ കർത്താവേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗസ്ഥനെ പോലെ. ഇതാരാ വിളിക്കുന്ന? ആരാടാ? ഹലോ, അമ്മച്ചി, ഇത് ഞാനാ കൊച്ചുകുഞ്ഞ്. ഞാനിപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ. എനിക്കിപ്പൊ സംസാരിക്കാൻ മനസ്സില്ല. എന്റെ കർത്താവെ, മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഓ, ഇത് പിന്നെ ആരാ? എടാ നിന്നോടല്ലേടാ പറഞ്ഞേ, കട്ടാക്കടാ. അയ്യോ കട്ടാക്കല്ലേ, ഇത് ടോപ്പ് സിംഗറിൽ നിന്നാ മധുബാലകൃഷ്ണനാണ്. ഒരു പാട്ട് പാടാൻ വേണ്ടി ക്ഷണിക്കാൻ വിളിച്ചതാ. ടോപ്പ് സിംഗറിലോന്നോ? ആ മധുബാലകൃഷ്ണൻ സാറോ? അതെ.
പാട്ടോ അതെന്ന് ഞാൻ ഇപ്പൊ വരാം. ഞാൻ വേഗം വാ ready വേഗം യാ. വാ വേഗം വാ. ഓക്കെ. അപ്പൊ എം ജെ അങ്കിൾ, മധു അങ്കിൾ, ആര്യ ചേച്ചി, നമുക്ക് അടുത്ത ആളെ നിക്ക് നിക്ക് നിക്ക്. ആ. ഞാനൊരു അമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട് ഇവിടേക്ക് പാട്ട് പാടാനായിട്ട്. ഒരു ടെസാമ്മച്ചി. ടെസാമ്മച്ചിയാണോ ഇപ്പൊ പാടാൻ ആ പോകുന്നത്? അതെ, ഞാൻ അമ്മച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പാടാനായിട്ട്. എന്നാ അമ്മച്ചിയെ വെൽക്കം ചെയ്യാം അല്ലേ? അമ്മച്ചി ശരി. വിളിച്ചു. അപ്പൊ അമ്മച്ചി ലെറ്റ്സ് വിളിച്ചോ. വെൽക്കം നമ്മുടെ ടെസാമ്മച്ചി ഓൺ സ്റ്റേജ്. ആഹാ സ്റ്റൈലൻ അമ്മച്ചിയാണല്ലോ. ഇതാരേത്? ഇതാണോ അമ്മച്ചി. ത്രേസ്യ അമ്മച്ചി? ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? നല്ല വിശേഷങ്ങള്. സുഖമായിരിക്കുന്നു. വിശേഷം കൊച്ചേ? സുഖ അമ്മച്ചി. അമ്മച്ചി സുഖം. സുഖാണോ? ആ സുഖ. സുഖ. അമ്മച്ചിയെ എന്താ? ഈ ടോപ്പ് സിംഗർ വന്നിട്ട് ഏത് പാട്ടാ പാടുന്നത്? ആ അത് നമ്മുടെ പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയത്, ആ. ശ്യാം സാറ് മ്യൂസിക് ചെയ്ത്, ആ മാനിശ്രീ വിശ്രാമത്തിലെ. യെസ് യെസ്. ഒരു മിനിറ്റ്. ഫോൺ അടിക്കുന്നോ? ഈ അമ്മച്ചിയുടെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി എപ്പോഴും ഫോണിലാണല്ലോ, എന്താണ് അമ്മച്ചി ഇങ്ങനെ? ഓ മോന് എപ്പോഴും ഫോണിൽ തന്നെയാണല്ലോ, ഞാനാ ഫേസ്ബുക്കിൽ തന്നെയാണല്ലോ. ഫേസ്ബുക്കിലാ? അമ്മച്ചിക്ക് ഇങ്ങനെ അറിയാം ഞാൻ ഫേസ്ബുക്കിലാണെന്ന്? ഫോളോവറാ. നിങ്ങൾ ആ +2 പഠിക്കുന്ന കനിഹ മേനോനില്ലേ, വെറുതെ വിട്ടുകൂടെ? കനികേ അതാര്? അതാരെ കനിഹാമേന? ആരാത്? അതാര്? എനിക്കറിഞ്ഞോളൂ. ഞാൻ തന്നെ കനിഹ മേനോൻ. ഭയങ്കര ശല്യാണല്ലേ ഫേസ്ബുക്കില്? പഴയ പോലെ എനിക്ക് മെസ്സേജ് ഒന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ, കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയില്ലേ. ഓ അതുകൊണ്ടാ മോനെ അതാണ്. പറ്റാത്തത്. അപ്പൊ നിങ്ങൾ സ്ഥിരം ചാറ്റിംഗ് ആയിരുന്നല്ലേ? ഉം. ഓ ഓക്കെ ഓക്കെ. മധുക്കളൊരു സന്തോഷത്തൊക്കെ. നമ്മള് ചാറ്റിംഗ് ആയിരുന്നു, അവിടെ ചീറ്റിംഗ് ആയിരുന്നു. യെസ്. അമ്മച്ചി ആ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം, ഇവിടെ ഫോൺ പറ്റത്തില്ല. ഞാൻ എയറോപ്ലെയിൻ മോഡിലെ ആക്കി വെച്ചോളാം. എയറോപ്ലെയിൻ ശരി. മോഡല്ല, എയർപ്ലെയിൻ മോഡാണ്. എയർപ്ലെയിന്. അത് ഇതുവരെ അറിഞ്ഞൂടെ അമ്മച്ചിക്ക്? ഓ വയസ്സായില്ലേ? അമ്മച്ചിയല്ലേ അമ്മച്ചി അങ്ങനെ പാവം. പറയും. അമ്മച്ചിയുടെ തെറ്റ് ക്ഷമിച്ചു കൊടുത്തേക്ക് കുഴപ്പമില്ല, അതെ, അമ്മച്ചി. വിട്ടുകളയണം നമ്മള്. എന്നാ പിന്നെ പാടല്ലേ? പഠിക്കോ? അപ്പൊ അമ്മച്ചി Okay. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് അമ്മച്ചി. All the best. കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ, 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ,
എല്ലാരും കലക്കിയല്ലോ എല്ലാരും. കിടിലൻ അഭിനയം അതെ, അതെ. പറയുന്നത്. എന്തിനഭിനയ അനിയനൊക്കെ അപ്പൂപ്പനും അമ്മമ്മയും എല്ലാരും പുറകിൽ നിൽക്കുന്ന ഡാൻസേഴ്സും എല്ലാം കലക്കി. അമ്മച്ചി എന്തോ ഈ ചട്ടയും മുണ്ടിടാനായിട്ട് എത്ര നേരം എടുത്തു? കുറച്ചു നേരം എടുത്തുള്ളൂ. നല്ല രസമുണ്ടല്ലേ മീനുട്ടി? നല്ല രസമുണ്ട്. ഇതൊക്കെ നല്ല തന്നെ രസം. കൊടുക്കാൻ അറിയോ? തന്നെ കൊടുക്കാൻ അറിയാം. ആണോ? അമ്മച്ചിയല്ലേ, അമ്മച്ചിക്ക് അതൊക്കെ അറിയായിരിക്കുമല്ലോ. ഓ, ഈ അത് ശരി. കമ്മല ഞാൻ കഷ്ടപ്പെട്ടിട്ടത്. അത് ആണല്ലേ? കാണുമ്പോ ഓ, ഒരുപാടുണ്ടല്ലോ കമ്മലത്. രണ്ട് എത്രയുണ്ട്? കമ്പലുണ്ട്. രണ്ട് രണ്ടെണ്ണമുണ്ടോ? കമ്മലുണ്ട്. മീനുകൂടെ ഇന്ന് ഗ്ലുമിന്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു കേട്ടോ. അമ്മച്ചിക്ക് അമ്മച്ചിക്ക് അതെ മൊത്തം ഗ്ലുമ്മ. പ്രായൊക്കെ ആയില്ലേ, പ്രായമൊക്കെ ആയില്ലേ? അതായിരിക്കും. അതില്ലേ എനിക്ക് എം ജെ അങ്കിളിനോട് ഒരു കാര്യം പറയാനുണ്ട്. എംജെ, ഹാപ്പി ബർത്ത്ഡേ എം ജെ അങ്കിളെ. അമ്മച്ചിക്ക് എന്നെക്കാളും വയസ്സ് എന്തിനാ എന്നെ അങ്കിൾ വിളിച്ച? മോനേന്ന് വിളിച്ച പോരെ. എം ജെ മോനെ, ആ. എം ജെ മോനെയോടെ ആ. എനിക്കൊരു കാര്യം എം ജെ പറയാനുണ്ട്. മോനയോട് അമ്മച്ചി പറഞ്ഞോളൂ. എം ജെ മോനിയോട്. മോനയോട് ഒരു എം കാര്യം. ജെ മോനന്റെ ബർത്ത്ഡേ അല്ലേ? മോനന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അത് ഞാൻ ലേറ്റ് ആയി പോയി പറയാൻ. അമ്മച്ചിയോട് ഓ, ക്ഷമിക്കണം. പിറന്നാൾ അമ്മച്ചിയോട് ആശംസകൾ. ക്ഷമിക്കണം. ആ, അയ്യോ. അങ്ങനെയല്ലേ? അമ്മച്ചിയോട് ക്ഷമിച്ചു. ആ ആ, നല്ല താങ്ക് മോനല്ലേ. യു. അമ്മച്ചി Thank you, പറയുന്നത് മോനെ. അമ്മച്ചി പറയുന്നത് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ടു യു അതെ. എം ജെ മോനെ എന്നാണ് പറഞ്ഞത്. ഉം. താങ്ക് യു. താങ്ക് യു. ആ. വെൽക്കം. അനിയനെ ഒന്ന് പരിചയപ്പെടട്ടെ. അമ്മച്ചിയുടെ അനിയന്റെ പേരെന്താ? ജീവ. 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 ആഹാ. അവന്റെ പേര് പോലും അവൻ മറന്നുപോയി. ആ. ഇത്ര നേരം അവിടെ അവന്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരും നടക്കുമായിരുന്നു. ആ, ആഹാ. അതെ, എന്നിട്ട് പോലും മറന്നുപോയി. അടുത്ത ആളുടെ പേര് നമുക്ക് അടുത്ത ആളുടെ പേര് പരിചയപ്പെടാം. കേൾക്കാം. പരിചയപ്പെടാം. യെസ്. പേര് പറഞ്ഞോ. ജോവിറ്റ. സോവിറ്റ. ജോവിറ്റ. അടുത്ത ആള്. മുത്തശ്ശി അടുത്ത അമ്മച്ചി. ജനീറ്റ. ജനീറ്റ. അപ്പൊ നിങ്ങൾ ജനീറ്റ. സിസ്റ്റേഴ്സ് ആണോ? ആ. പേര് കേട്ടപ്പോ തോന്നി. അടുത്തത്. ആരുഷ് എസ് ലാൽ. ആരുഷ് എസ് ആരുഷ്. ലാൽ. അതാണ് പുള്ളച്ചൻ. ഓ ശരി ശരി. പിള്ളേച്ചൻ. ഇതാണ് പിള്ളേച്ചൻ. കൊള്ളായിരുന്നു പിള്ളേച്ചൻ. അതെ 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 അതെ. ജുവാനിറ്റ. 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 സിസ്റ്റർ ആണോ? ജുവാനിറ്റ. നിങ്ങൾ സിസ്റ്റേഴ്സാ? 3 പേരും ഉണ്ട്. ജോവിറ്റ, then ജാനിറ്റ, ജുവാനിറ്റ. ജുവാനിറ്റ, പിന്നെ ജുവാനിറ്റ. ബോൺവിറ്റ. ബോൺവിറ്റ. അത് ബോൺവിറ്റ ആണോ? വിറ്റോ? ഗ്ലൂക്കോവിറ്റ. ആർദ്ര. ആർദ്ര. Yes. ആർദ്ര. ഓക്കെ. ആർദ്രയും ആരുഷും. ആ. നിങ്ങള് സിസ്റ്റർ ബ്രദറും സിസ്റ്റർ ആണോ? ആ. ആഹാ. ആർദ്ര, ആരുഷ്. മധു uncle. കണ്ടുപിടുത്തം. Brilliant ആണ്. അതെങ്ങനെ? അതൊക്കെ അറിയാം. മധു സാറിന് അതൊക്കെ അറിയാവല്ലേ? അതെ അതെ കണ്ടാലറിയാം ഏകദേശം. ഓ, യെസ്, എല്ലാരും അടിപൊളിയായിരുന്നു. നല്ല ഉഷാറായിരുന്നു എല്ലാവരുടെയും താങ്ക് യു പെർഫോമൻസ്. ആര്യ മോളെ. കറക്റ്റ് പാട്ട്, അമ്മച്ചിക്ക് പറ്റിയ പാട്ടാ സെലക്ട് ചെയ്തത്. കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ. 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. താലി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, താനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. താലി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, താനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് മിഴുങ്ങും. ആ, ഗ്ലുമായി അതെ അതെ ഇന്ന് അതാണ്. 3 ഗ്ലുമുണ്ടായി. പ്രായത്തിന്റെ എം ജെ സാർ, കൂട്ടുകാരെ ഇഷ്ടമല്ല, മുത്തശ്ശി ഇഷ്ടമല്ല, നമുക്കങ്ങ് ക്ഷമിച്ചു കൊടുക്കാം. പ്രായത്തിന്റെ പിന്നെ ഏറ്റവും ലാസ്റ്റ് അതുകൊണ്ടാ. ലെവലിൽ ഒരു ഗ്ലുമ് അല്ലേ? കൊറേ ഗ്ലുമ്മ് വന്നു. ഒരു ഗ്ലുമ്മ് ഏകദേശം വരാൻ പോയി, അതങ്ങ് വിഴുങ്ങി. വിശക്കുന്നുണ്ടോ അമ്മച്ചിക്ക്? ആ പിന്നെ വിശപ്പ് പാട്ടിന്റെ വരികളൊക്കെ തിന്നോണ്ടിരിക്കും, വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന. ഓ, ആ വിശക്ക്. ആ, ഒന്നും പറയാനില്ല അമ്മച്ചിക്ക്. അപ്പൊ എല്ലാരും സൂപ്പർ ആയിരുന്നു കേട്ടോ. കൊള്ളാം. Thank you. മിടുക്കന്മാരും മിടുക്കികളും ആയിരുന്നു എല്ലാരും. ഓക്കെ, അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പൊ ടെസക്കുട്ടി ആൻഡ് ടീം, സോറി ടെസ അമ്മച്ചി. അമ്മച്ചി കനിഹ മേനോൻ. കനിഹ മേനോനാണ്. ഓ എന്നാ ശരി. അത് കനിഹ പുതിയ പേര്. പുതിയ പേര്. കനിഹ മേനോൻ അമ്മച്ചിയായിട്ട് വേഷം കിട്ടിയിരിക്കുന്നതാണിത്. ആ. ഓക്കെ. കനിഹ മേനോന്റെയും കൂട്ടരുടെയും പ്രകടനം അതിഗംഭീരം, സൂപ്പർ. താങ്ക് യു മധു അങ്കിൾ. കല്യാണ പെണ്ണ് വന്ന് മുൻപിൽ നിന്നപ്പോൾ വെള്ളെടുത്ത് വന്നപ്പെട്ട് പുള്ളി വലഞ്ഞു. കൈയ്യ കൊണ്ട് മറ്റൊരു പെണ്ണിൻ കഴുത്തു തപ്പുമ്പോ, കൈയ്യ കൊണ്ട് മറ്റൊരു പെണ്ണിൻ കഴുത്തു തപ്പുമ്പോ, കണ്ണാടി എടുത്തു നീട്ടി മറ്റൊരു വീരൻ. വളരെ നന്നായിരുന്നു പാടിയത്. അതുപോലെ തന്നെ അനിയന്റെയും എല്ലാരും കലക്കി അടിപൊളിയായി. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, ഇത്ര നേരം നുണയാണോ പറഞ്ഞോണ്ടിരുന്നത്? പറഞ്ഞു. ഞാൻ ശരിക്കും ടെസയാ. ടെസ്സായിരുന്നല്ലേ ഇത്? ആണോ? ഓ, മനസ്സിലായതേ ഇല്ല കേട്ടോ. വേഷം മാറി ഇതൊക്കെ വന്നിട്ടേ. എങ്ങനെ വേഷം മാറിയിട്ട് അല്ലെ? ആള് മാറണം ഇങ്ങനെയല്ല ഇങ്ങനെയൊക്കെ. അതൊക്കെ വേഷം മാറി. ഓ, നമ്മൾ വിചാരിച്ചു ആദ്യം ത്രേസ്യാമ്മ അമ്മച്ചിയാന്ന് അമ്മച്ചിയാന്ന് വിചാരിച്ചു. വിചാരിച്ചു. പിന്നെ ടെസ വിചാരിച്ചു അമ്മച്ചിയാന്ന് വിചാരിച്ചു. പിന്നെ കനിഹ മേനോനാണ്. കനിഹ മേനോനാന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എംജെങ്കിളിന്റെ ടെസക്കുട്ടിയാന്ന്. ബർത്ത്ഡേക്കില്ലേ ഒരു പറ്റിക്കല് വെക്കാന്ന് വിചാരിച്ചായിരുന്നു. എങ്ങനെ അന്ന് നടന്നില്ല. അപ്പൊ അതെ. ഇന്ന് നടന്നു. ആ, ഓ ഇന്ന് അത് പറ്റിച്ചു. ശരി. Prank. ഇന്നാണ് ഓ പറ്റിച്ചത്. ഇങ്ങനെയാണ് പറ്റിച്ചേ. ആ. ആ, ഓ ഭയങ്കര അഭിനയായിരുന്നു കേട്ടോ. അതെ അതെ അതെ. കബളിപ്പിക്കപ്പെട്ടു. അഭിനയോ? ആ അഭിനയിച്ച് തള്ളി. അഭിനയം.
ആ അഭിനയം അങ്ങനെയാണല്ലേ ഒന്ന് പറഞ്ഞുതരൂ. അഭിനയം. അഭിനയം അഭിനയം അഫിയ ഒന്ന് പറഞ്ഞു. അഭിനയം അഭിനയം. പഠിപ്പിച്ചു കൊടുക്കട്ടെ സുരഭി. കളിക്കല്ലേ അതെ, എനിക്കിത് കൃത്യമായിട്ട് പറഞ്ഞ എനിക്ക് കിട്ടണില്ല. കിട്ടാത്ത കാര്യം ഞാൻ കളിക്കേണ്ട ആവശ്യം എന്താ? അഭിനയം അഭിനയം. നല്ല Correct ആണ്. ആ, okay. സമ്മതിച്ചു കൊടുത്തേക്കാം. പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ അഭിനയം. ആ ബി അല്ല അഭി. അഭിനയം ആ അഭിനയം അത് തന്നെ. അപ്പൊ ഭയങ്കര അഭിനയം കാഴ്ചവെച്ച നമ്മുടെ ടെസയ്ക്കും കൂട്ടുകാർക്കും പോരട്ടെ ഒരു മധുരമഴ. വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും താങ്ക് യു. നന്നായി ഡാൻസ് കളിച്ചു. കുറച്ച് കുഞ്ഞു മനുഷ്യരുടെ ഒരു ജീവിതം നമ്മളിപ്പോ കണ്ടത്. അതെ അതെ അതെ. താങ്ക് യു കേട്ടോ. ചാച്ചാ ടാറ്റാ ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ ടോപ്പ് സിംഗറിൽ ദേ ഇന്ന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഒത്തിരി എൻജോയ് ചെയ്തു. നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് എന്തായാലും നമ്മുടെ എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നാളെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.